ഓക്കെ, ഞാൻ റോളെത്തിയിട്ടാ. നിങ്ങൾ പറഞ്ഞ പാർട്ടി ഹൗസിന്റെ താഴെയുണ്ട്. ആ ഷാജി, ഇനി ഒരാൾ വിളിക്കും. ആ, അയാളെല്ലാം പറയും. വെയിറ്റ് ചെയ്യും. ശരി, ഓക്കെ. എള്ളുള്ളേരി എള്ളുള്ളേരി മാടുനഗരി നിരശപ്പെട്ട കൊണ്ടുകയ മാടുനഗരി നീ പോയി ഒരാറ് ലിറ്റർ എടുത്തുണ്ട് ആ പാലത്തിനടിയിലേക്കോ. ഞാൻ അവിടെ പോയിട്ട് ജീവിതത്തിൽ ഒരു ടെൻഷൻ. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, എന്റെ അമ്മ കിഡ്നി രണ്ടും തകർന്ന് വീട്ടിൽ കിടക്കുകയാണ്. എന്റെ അച്ഛൻ വെള്ളം എറിഞ്ഞ് അത്യാവശ്യ നിലയിൽ. അച്ഛനും അമ്മ അത്യാവശ്യം നില കിടക്കുമ്പോഴാണ് എള്ളുള്ളേരി തുള്ളി കളിക്കുന്നത്. ഒരു ഒറ്റ വട്ടാണോ അല്ലെ തേനീച്ച കൊടുക്കണം, ഇറങ്ങിയിരിക്കാം. ഇത് നോക്കി നിന്ന ബിവറേജ് പൊട്ടിപ്പോ കുട്ടിട്ടുണ്ടാവില്ല. ദൈവമേ, തള്ളല്ലേ വൈ. ഇടേ, ഞാൻ ഈ ATM മുമ്പിൽ ക്യൂ കടി. നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ. ഓക്കെ, ശരി. ഭാര്യയാണ് നല്ല തള്ള. തള്ളലേന്ന് ചക്കര ഇവിടെ ഇരിക്കട്ട. പെട്ടെന്ന് 2 മിനിറ്റ് ഉള്ളൂ. എന്നെ ചവിട്ടി ചവിട്ടിട്ട് ഷട്ടറിടാൻ പറ്റുള്ളൂ. ഇപ്പൊ എവിടെ പോയി കിടക്കണം? ഓ എടാ, നീ ഇത് എവിടെ പോയതാണ്? പിന്നെ ജലശതാബ്ദി വരാണ്ട് വരാൻ പറ്റുമോ? നീ ട്രെയിനിലാണോ പോയെ? ഇവിടെ ഗേറ്റ് ഒന്നാണ്ട് എന്നാലും സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ചില്ലറ നോക്കിയതാണ്. നീ എന്താണ് പിച്ചുമ്പി പറഞ്ഞത്? നീ തടിച്ച? ഇല്ലെന്ന്, ഞാൻ ഈ സാധനം മേടിച്ചിട്ട് വന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പണി പാടി. ഹലോ ഹലോ അമ്മേ, നാളത്തെ കരിയില്ലെന്നാ എന്ത് തോന്നിയ സമയം പറയണത്? അപ്പൊ അച്ഛൻ ഇന്നും പണിക്കോയില്ലേ? ഞാൻ പണിക്കോട്ട് തിന്നാന്ന് വിചാരിക്കണ്ടാരും. ആ അയ്യോ, എന്റെ കൊപ്പി എന്റെ കൊപ്പി മേളിൽ പോകല്ലോ. ഓ എടാ, നീ ഒരു ഭൂലോക റെയിൽവേ മണ്ടനായി പോയല്ലോടാ. ആനം കിട്ടിയില്ലേ? ഇത് പിടിച്ചേ. വെള്ളം ഇങ്ങട്. ചേട്ടാ, ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഉണ്ടല്ലോ. എടാ, ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഇന്ന് നോക്കിക്കോ, പോയിരിക്കും ഞാൻ. ചേട്ടാ, ചില്ലി ചിക്കൻ ഉണ്ടോ? ആ ഉണ്ട്. ബീഫ് ഫ്രൈയോ? ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് റോസ്റ്റോ? അതല്ലേ ഉള്ളു. എല്ലാം ഒരേ പ്ലേറ്റ് മേടിച്ചേക്കടാ, പാവല്ലേ. ചേട്ടാ, എന്നാ പിന്നെ ഇത് 3ഉം ക്യാൻസൽ ചെയ്തിട്ട് ഒരു സിംഗിൾ ഓംലെറ്റ് മുളക് കൂട്ടി. ഹലോ ഹലോ, ഷാജി അല്ലേ? അല്ലേ? ആ, ഞാൻ വക്കീല് പറഞ്ഞിട്ട് വിളിക്കുക. ആ, നിങ്ങൾ പറയും. പാർട്ടി ഓഫീസിന്റെ മുന്നില് കുറച്ച് സഖാക്കളെ കണ്ടില്ലേ? ആ, അതില് കറുത്ത ഷർട്ട് ഇട്ട ആളാ കക്ഷി. കറുത്ത ഷർട്ട്. ആ, ഈ ആഴ്ച ധനാഗമന യോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഇതൊക്കെ വാരഫലത്തിലേ ഉള്ളൂ, അനുഭവത്തിലില്ല. എടാ, ആൾക്കാർ ടെസ്റ്റ് ട്യൂബിൽ പിള്ളേരുണ്ടാക്കി തുടങ്ങി. നീ പഴഞ്ചൻ വാരപോലെ നോക്കിക്കൊണ്ടിരുന്നു. അതെ, നീ കല്യാണം കഴിഞ്ഞ ടെസ്റ്റ് ട്യൂബാണ് ഉപയോഗിക്കാൻ പോണത്. ആ പഴഞ്ചൻ രീതി തന്നെയല്ലേ? ഒരു കാര്യം പറഞ്ഞു വന്നേക്കുന്നു. നീ ഒഴിച്ച് ഒഴി. നമുക്കൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞാലോ? ചേട്ടാ, ഒരു ചിക്കൻ ഫ്രൈ എടുത്തു. ചേട്ടാ, നന്നായിട്ട് വരുന്നോട്ടാ. എനിക്ക് നല്ലോണം മുരിക്കണം. ആരെങ്കിൽ വേണ്ട. ഇന്നത്തെ പണി കൊള്ളായിരുന്നല്ലേടാ? ഇന്നത്തെ പണിയൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇപ്പൊ കഴിച്ചു തൂളപ്പണിയായി പോയി. എടാ, നീ അത് മാത്രം അടിച്ചോണ്ടിരിക്കാണ്ടും എന്തെങ്കിലും കഴിച്ചേ? കഴിക്കും. ഇതില് മുട്ട എവിടെ? ഇതിന് മുളക് മാത്രമല്ലേ ഉള്ളു. എടാ, കഴിക്കണത് വൈറ്റമിൻ എ ആണ്. ആ, എരിവ് കഴിച്ച് എൻജോയ്. മുടിക്കൊക്കെ നല്ലതാണ്ടാ. കേട്ടോ.
കഴിഞ്ഞ തവണ ഉണ്ടായ ക്ഷീണം നമുക്ക് ഇത്തവണ മാറ്റിയെടുക്കണം. ആ അത് ശരിയാ. എല്ലാവരും സ്ക്വാഡുകളായി പിരിഞ്ഞ് വാർഡിന്റെ ഓരോ ഭാഗത്തും ശക്തമായ പ്രവർത്തനം നടത്തണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ വൈകിട്ട് കമ്മിറ്റി കാണാം. സഖാവ് എന്റെ കൂടെ പോര്, ഞാൻ അങ്ങടാക്കാം. ശരി സഖാവേ. ആ കേറട്ടെ. ആ സഖാവേ ഞാനിവിടെ ഇറങ്ങിക്കോളാം. അപ്പൊ നാളെ കാണാം. ശരി. നിന്നോടാ ചോദിച്ചാ അയ്യോ ദേ അവിടെ ഒരു ആക്സിഡന്റ്. വണ്ടി ഒന്ന് നിർത്തിയേ. അയ്യോ ഇത് നമ്മുടെ ഡൊമിനിക് സഖാവല്ലേ? എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്തു പറ്റി സഖാവേ? ആരോ കുത്തി. ഏതവനാണോ പോയി പണി ചെയ്തത്? സഖാവ് ടെൻഷൻ ആവണ്ട, വേഗം ആശുപത്രി പോവാം. എന്താ ഇപ്പൊ ചെയ്യാവേ? എന്തു പറ്റി? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ചേട്ടാ ഒന്ന് വേഗം പോയേട്ടാ, പെട്ടെന്ന് വാ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേട്ടാ പ്ലീസ് വേഗം ഒന്ന് സഹായിക്കും. ഒരു മിനിറ്റ്. സഖാവ് പേടിക്കണ്ട. ഒരാള് വണ്ടി ഇടിച്ച് കിടക്കുന്നത്, ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഒന്ന് ആശുപത്രി കൊണ്ടുവെക്കട്ടെ സാറേ. അത് വേണോ ഷാജി? തലവേദനയല്ലേ? ഇല്ല, അയാൾ ചത്തു സാറേ. വാട്ട് ടു ഡു മാൻ? ലെറ്റ് ഹിം ഗോ. ഓക്കേ, ആ നമുക്ക് വേറെ വണ്ടി വിളിച്ച് പോവാല്ലേ? അയാളെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ. ഫൈൻ. ഷാജി, അക്വാറ്റിക് റിസോർട്ട് ഫോർട്ട് കൊച്ചി, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ലഗേജ് വണ്ടി തന്നെ ഇരുന്നോട്ടെ. ഓക്കെ. ടച്ചിങ്സ് ഒക്കെ തീർന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞാലോ? താല്പര്യമില്ല ചേട്ടാ. ഒരു ഫുൾ ചിക്കൻ ഫ്രൈ നന്നായിട്ട് മൊരിച്ച് ഇപ്പൊ ശരിയാക്കി തരാം. കിടന്നങ്ങോട്ട് അങ്ങോട്ട് എന്താടാ ഒരു മൈൻഡില്ലാത്ത നാണല്ലോടാ നിനക്ക് കണ്ടോണ്ടിരിക്കും. എന്ത് നീ എപ്പോഴും അതെ, ഇതിലെ അമ്മായിയമ്മ പോരില്ല, നാത്തൂൻ പോരില്ല, അടിപിടി അക്രമം വയലൻസ് ഒന്നുമില്ല, ജാതിയില്ല മതമില്ല. അറിയാമോ? പരസ്പരം സ്നേഹിക്കാനാണ് ഇവര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നീയൊക്കെ ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇതിങ്ങനെ കണ്ടോണ്ടിരുന്ന അഡിക്റ്റ് ആയി പോട്ടാ. പിന്നെ ഡെയിലി 12 മണിക്കൂറാണ് ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല. പിന്നല്ലേ ഞാൻ പോടാപ്പാ. നിനക്കൊരു കാര്യം അറിയോ? അവൾ എന്നെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 41 ദിവസമായി. അവിടെ മലക്കോവാൻ പുറത്തോടുത്തായിരിക്കും. എന്തിനാ സഖാവ് വീശുന്നേ? ഫാൻ ഇട്ടാ പോരെ? ഫാനിടാൻ പറ്റൂല, തുണി മാറിപ്പോവും. ഇത് രാഷ്ട്രീയ വൈരാഗ്യമല്ല. ആയിരുന്നെങ്കിൽ മിനിമം ഒരു 51 കുത്തെങ്കിലും കണ്ടേനെ. ഇവിടെ ഇതൊരു ഒറ്റ കുത്തേ ഉള്ളൂ. വ്യക്തി വൈരാഗ്യവും.
ഞാൻ വിശദമായിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. തുണി പൊക്കി നോക്കിയത് മതിയടോ. പട്ടിയെ കൊണ്ടൊന്ന് മണം പിടിക്കാന്നേ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു FIR ഇട്ട് അന്വേഷിക്കാം. വേണ്ടടോ, താൻ അന്വേഷിക്കണ്ട. പിന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റിനേക്കാളും നല്ല ഇന്റലിജൻസ് ഉള്ളതേ ഞങ്ങളുടെ പാർട്ടിക്കാ. അറിയാമോ? ഇതാരാ ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും, അവനിട്ട് പണി കൊടുക്കുകയും ചെയ്യും. വേണം സഖാവേ, വേണം. സഖാവിന്റെ പിന്നാമ്പുറം തകർത്തവന്റെ ഉമ്മറ നമുക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഉമ്മച്ച, ഈ പോലീസുകാർക്കൊന്നും പഴയ വിലയൊന്നുമില്ല. പോലീസുകാരെന്ന് പറഞ്ഞാൽ കാലിച്ചാക്ക. സവോള അരച്ചുണ്ടെങ്കിൽ സവോള ചാക്ക്, പഞ്ചാര അരച്ചുണ്ടെങ്കിൽ പഞ്ചാര ചാക്ക്. മനസ്സിലായില്ല? എടോ, വലത് വന്നാ വലതിന്റെ പോലീസ്, ഇടത് വന്നാ ഇടതിന്റെ പോലീസ്. മനസ്സിലായോ സഖാവേ? സഖാവ് ഒന്ന് പുറത്തേക്ക് വരൂ. ആ, ഈ സമയത്ത് എനിക്കൊരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. ഹൈ ഫൈ. ചായയാണോ കോപ്പിയാണോ? ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനേനെ കണ്ടിട്ടുണ്ട്. ചിലവന്മാർ അതിന്റെ വാലേ കയറി തൂങ്ങും, ചിലവന്മാർ അതിന്റെ മേത്ത് കയറും, ചിലവന്മാര് അടി കൂടി നടന്നിട്ട് അതിന്റെ മറ്റേലിട്ട് തട്ടും. അത് നാട്ടില്. പക്ഷെ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാട്ടാനുണ്ട്. അതിന്റെ അടുത്ത് ഈ ഇടപാടൊന്നും നടക്കൂല, ചവിട്ടി കൂട്ടികളയും. അതുപോലെ നീയൊക്കെ ഒറ്റക്ക് നടന്നു പോകുമ്പോ ജീപ്പ് ചവിട്ടി നിർത്തിയിട്ട് മോനേന്ന് പറഞ്ഞാലല്ല, നീയൊക്കെ കളസത്തിൽ കണ്ടിടും. ഞങ്ങള് പൂട്ടണോന്ന് വെച്ചാ പൂട്ടും, തെളിവില്ലെങ്കിൽ തെളിവ് ഉണ്ടാക്കി പൂട്ടും. അത് ഏത് വമ്പനാണെങ്കിലും അവന്റെ ഇടപാട് തീർക്കും. അതാണ് പോലീസ്. മനസ്സിലായ? ഇത് പറയാനാണ് വിളിച്ചത്. അവന്റെ ചൊറിച്ചിലേ നമ്മുടെ അടുത്ത്. എന്നാ പിന്നെ ഞാൻ പോക്കട്ടെ. ഞങ്ങളുടെ സഖാവിനെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ കടമയല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ആ, ചെയ്ത എല്ലാവർക്കും കൊള്ളാം. ഓക്കെ ഓക്കെ സഖാവേ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ICU, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് യൂണിയൻ. ഇതേടെ സഖാവല്ലേ, ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സഖാവിനോട് വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനെ ആരുമില്ല. വളരെ ജനസമ്മതനായ നേതാവാ സഖാവ്. അടുത്ത കൊച്ചി മേയറാ. സഖാവിനോട് വ്യക്തിവൈരാഗ്യമുള്ള ഒരാളുണ്ട് സാർ. അതാരത്? അവനാണ് ദോ ആവരണം. നീയല്ലടാ സഖാവിനെ പണിത്. ഒത്ത് കിട്ടിയില്ല, കിട്ടിയിരുന്നേ നമ്മുടെ തന്നെ. നാളെ സ്റ്റേഷൻ വരെ വാ. ഓ അല്ല സാർ, ഒരു ഡൗട്ട്. നാളെ ഞായറാഴ്ച പോലീസ് സ്റ്റേഷൻ തുറക്കുമോ? നീ അങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഗാന്ധി എന്തെങ്കിലും ശിശുദിനത്തിനും മാത്രമേ പോലീസ് സ്റ്റേഷൻ തുറക്കാതിരിക്കുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ലിയർ ചെയ്യണ്ടേ? വെറുതെ എന്നെ കൂടെ നടക്കണ ഒന്നും അറിയാം. എന്റെ ചേട്ടൻ എന്താ പറ്റിയേ? എന്താണെന്ന് അറിയില്ല, പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, വന്നേ കയറി കാണാം. പാടാ. ഹായ്, നിന്റെ ചേട്ടൻ എന്താ ആശുപത്രിയിൽ ടെന്റ് ഇട്ട് താമസിക്കണം? ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്തു ചേട്ടാ? എന്താണിത്? കുടിച്ചിട്ടുണ്ടോടാ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ള? അതെന്ത് സാധനം? ഇല്ല ചേട്ടാ, ഞാൻ കുടിച്ചിട്ടില്ല. നീയൊക്കെ കള്ളും കുടിച്ചോണ്ട് ഒരു തോന്നിയാസം കാണിക്കും. നിനക്കിട്ടൊക്കെയുള്ള പണി എനിക്കിട്ട് കിട്ടണേ. ഇറങ്ങി പോടാ. ചേട്ടാ, ചേട്ടന് എന്താണ് പറ്റിയെന്ന് ചേട്ടാ? ആപ്പിള് പറഞ്ഞൊക്കെ മേടിക്കാൻ എത്ര നന്നായി. വെറുതെ കുട്ടിക്കുത്തു കൊണ്ട് നടക്കണം. എന്നിട്ട് അഹങ്കാരത്തിന് വല്ല കുറവുണ്ട? ഹലോ ചേട്ടാ, അതെ ശരിക്കും എന്താണ് എന്റെ ചേട്ടൻ സംഭവിച്ചത്? സഖാവിന്റെ വണ്ടിയുടെ പിന്നിൽ കൊണ്ടുവന്ന് ആരോ വണ്ടി ഇടിപ്പിച്ചു. അത് മാത്രമല്ല, ബട്ടക്സിന് ഒരു കുത്തും കിട്ടി. ബട്ടൺസിനാണ് കുത്തു കിട്ടിയത്. എന്നിട്ട് ഉമ്മറി കൊണ്ടിക്കാന്നു. കുണ്ടിയനാണ് വട്ടക്സ്. ഹലോ, ഷാജിക്കാൻ കൊടുക്കാം. ഹലോ, അതെ, പണി ഓക്കെയാണ്. നാളെ രാവിലെ സെറ്റിൽമെന്റ്. ഓക്കെ? ആ ഓക്കെ. ആരാടാ? അതെ, ഇനിയിപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഒരു കാര്യമില്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഷാജി ധൈര്യമായിട്ട് വയ്ക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും കുണ്ടിക്കിട്ടൊക്കെ എന്തുറന്നിരിക്കാണ്. സഖാവിന്റെ വില കളയാൻ നടക്കുന്ന ഒരു അനിയൻ. സഖാവിന്റെ മാത്രമല്ല, കൊച്ചിയില്. അല്ലെങ്കിൽ അടുത്ത റൂമിലേക്ക് കൊണ്ട് വെച്ചേക്ക്. താങ്ക് യു സാർ. അപ്പുറത്തെ റൂമിൽ ഭയങ്കര വെള്ളമടി കേട്ടാ. ഇത് ഇവിടെ വെക്കണോ അതോ റൂമിലോട്ട്? വെച്ചാ പോതും. അണ്ണാ, அந்த ஆக்சிடென்ட் ஆன ஆளுக்கு இப்ப எப்படி இருக்கு? കുഴപ്പമൊന്നുമില്ല, അപ്പൊ തന്നെ കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു.
മോള് കൊച്ചപ്പനം തരി. മേലുണ്ട്. അതെ എടാ കുന്നീഷ, ഓ ഈ ഫുഡൊന്നും കൊണ്ടുപോയി നീ ആശുപത്രി കൊടുക്കോ? ഏയ് ഞാനില്ല, ഇന്നലെ ആശുപത്രി പോയപ്പോഴേ പൂരത്തെ റേട്ടതാണ്. ചേച്ചി എന്നോട് കൊടുത്താ മതി. ഷാജി, ഷാജി, ഏ, പാല് കൊടുക്കണം. ഷാജി. എന്തിനാണ് ഇവനെ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഡാ, ഡാ. എടി, ഇന്നലെ ആശുപത്രിയിൽ വെച്ചൊരു കോള് വന്നില്ലേ? കോളോ? ആ വന്നു. ഇന്നലെ നമുക്കൊരു സിം കാർഡ് കിട്ടിയില്ലേ? ആ നമ്പറിലാ വിളിച്ചത്. അതിന് എടാ, വിളിച്ചപ്പോ ഷാജി വേണമെന്ന് പറഞ്ഞപ്പോ നിനക്ക് വന്നു. നീയല്ലേ സംസാരിച്ച, മറന്നുപോയാ? ഇപ്പൊ അവൻ എന്നെ വിളിച്ചടാ. എന്നിട്ട് എവിടെയാ കാശ് എത്തിക്കണ്ടെന്ന് ചോദിച്ചു. കാശ്? ആ, ഇത് ഏതോ ഒരു ഉഡായിപ്പ് കേസാ വെച്ചാനെ. അവരുദ്ദേശിക്കുന്ന ഷാജി നീയല്ല, അത് വേറെ ഏതോ ഷാജിയാ. നമ്മക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? എങ്ങനെ? വെയിറ്റ്. പൊന്നു കുന്തീശ, ഇങ്ങോട്ട് വിളിച്ച നമ്പറില്ലേ, നീ അതിലൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക്. അത് ശരിയാവൂല. ഇനി എന്റെ അത് ആരും വിളിക്കാതെ പോകണില്ല. ഞാനേ ആ വാരം കാണും. നല്ല പഠിക്കട്ടെ, ഭയങ്കര ഹാങ് ഓവർ. അത് നല്ല തീരുമാനം. നീയല്ല ഞാൻ. നീ ഇപ്പൊ ചായ കുടിച്ചില്ലേ? ഇനി കള്ളു കുടിച്ച പിരിയും. ഹലോ ഹലോ, ഷാജി അല്ലേ? അതെ. പണി ഏറ്റുകേട്ടാ. ഇനി 1 മാസത്തോളം അയാളുടെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പ്. അതുമല്ല, ചന്തിക്കല്ലേ കുത്തിയത്. ഇനി ഡൊമിനിക് സഖാവിന് ഇരിക്കാൻ പോലും പറ്റില്ല. എന്റെ കാര്യം സ്മൂത്തായി. ഞാൻ ഹാപ്പിയാണ്. പൈസ എവിടെ എത്തിക്കണം? പൈസ എന്ന് പറയുമ്പോ ഫുൾ എമൗണ്ട് 5 ലക്ഷം രൂപ. എവിടെ വരണം? ഫോട്ടോ വെച്ച്. ഓക്കെ. ഷാജി, ഞാൻ ഫോർട്ട് കൊച്ചിയിലെത്തി. എവിടെയുണ്ട്? ഏതോ വണ്ടി? വൈറ്റ് ഇന്നോവ. ആ, കണ്ടു കണ്ടു. മുന്നിട്ടോ. ആ, അവിടെ നിർത്തിക്കോ. ആ നഗരസഭയുടെ വേസ്റ്റ് ബോക്സ് കണ്ടോ? വേസ്റ്റ് ബോക്സ് കണ്ടു. ആ, പൈസ അതിലിട്ടിട്ട് പോക്കോ. ശരി. ഓക്കെ. 5 ലക്ഷം രൂപയല്ലേ? അതാ വേസ്റ്റിലേക്ക് ഇടണോ? ഐശ്വര്യോട്ട് ഞാൻ പോയി മേടിക്കട്ടെ. വെയിറ്റ്. ഹലോ. അല്ല ഷാജി, നമ്മൾ തമ്മിൽ കാണണ്ടേ? എന്തിന്? എന്റെ ഭാഗം ഞാൻ ഓക്കാക്കില്ലേ, ഇനി നിങ്ങളുടെ ഭാഗം ഓക്കാക്കൂ. അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്തിനാ കാണുന്നത്? ആ, ഇതാ ജിക്കല്ലേ സഖാവ്? നിന്റെ ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഇറത്തായിട്ടുണ്ടാകണത്? ഇവനാണ് നിന്റെ ചേട്ടൻ്റെ പണിത്. ഹലോ. ഷാജി അല്ലേ? അല്ലേ, ഞാൻ വക്കീല് പറഞ്ഞിട്ട് വിളിക്കുക. നിങ്ങൾ പറയും. പാർട്ടി ഓഫീസിന് മുന്നിൽ കുറച്ച് സഖാക്കളെ കാണുന്നില്ലേ? അതിൽ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളാണ് കക്ഷി. ഹലോ. ഞാനാ ഷാജിയാ. പറയൂ. ഓനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആണോ? ഹലോ, വെക്കല്ലേ. എന്നെ ഇനി നമ്പറിൽ വിളിച്ചാൽ കിട്ടൂല. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, ഞങ്ങൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. വിളിച്ചോളാം. എന്താ? നമ്മുടെ ഡൊമിനിക് സഖാവിനെ ആരോ പണി തന്ന്. എന്താ പറഞ്ഞത്? എന്റെ സഖാവിനെ ആരോ കുത്തി. അത് മാത്രമല്ല, ബട്ടക്സിനൊരു കുത്തും കിട്ടി. ബട്ടൺസിനാണ് കുത്ത് കിട്ടിയത്. എന്നിട്ട് ഉമ്മറി കൊണ്ടിക്കാന്ന്. ഹലോ, ഷാജിക്കാൻ കൊടുക്കാം. ഹലോ, ആരാ? അതെ, പണി ഓക്കെയാണ്. നാളെ രാവിലെ സെറ്റിൽമെന്റ്. ഓക്കെ ഓക്കെ. ആരാടാ? പൈസ അതിലിട്ടാ 5 ലക്ഷം രൂപ ഒരുമിച്ച് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി,
ഹലോ ആ ഞാനാ ഷാജിയാ. ആ ഷാജി, ഇത് ഏതാ നമ്പർ? കാശെടുത്തല്ലോ അല്ലേ? കാശോ? ഏത് കാശ്? നമ്മൾ ഇന്നലെ വിളിച്ച നമ്പറിൽ ഇത്രയും നേരം സംസാരിച്ചിട്ടല്ലേ ഞാൻ കാശ് കൊണ്ടിട്ടത്. നിങ്ങൾ എന്തെന്നായി പറയുന്നത്? ആ നമ്പർ മാറുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. ആ സിം കാർഡ് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാന്ന്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ആ ശ്ശോ, എന്ത് മൊയിന്താന്ന്. എന്താ പറ്റിയത്? നിന്റെ ചേട്ടന്റെ കുണ്ടിക്ക് ഇത്രയും വില ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായേട്ടാ. 5 ലക്ഷം രൂപയായി. നമുക്കിത് പപ്പാതിയാക്കട്ടാ. എന്തൊന്നും മിണ്ടാത്തത്? നീ ഇറങ്ങി. എന്താ ഇവിടെ അടുത്ത്? ആ പൈസ ഇങ്ങ്. നിന്റെ ചേട്ടന് ദൈവം 1 കുണ്ടിയെ കൊടുത്തുള്ളൂ. 2 കുണ്ടി കൊടുത്തിരുന്നുണ്ടല്ലോ 10 ലക്ഷം രൂപ കിട്ടിയാനെ. ഇതാ. എനിക്ക് 50,000 രൂപ ഉള്ള. അതെങ്ങോട്ടാ? നീ കയറും. അപ്പൊ ഞാൻ മൂഞ്ചിയാ. കേറാ, പണിയുണ്ട്. എന്തിനാ കേറിയിട്ട്? പൈസ മുഴുവൻ നീ എടുത്തിട്ട് എന്നെ കൂലിപ്പണിക്കൊണ്ടുപോകണോ? അളിയും വിളിക്കുന്നുണ്ട്. ഏതളിയെ മൂലമറ്റത്തുനിന്നേ. സഖാവേ നല്ല ആളാണ് ട്ടാ. എന്ത് പറ്റി? എന്റെ വീടിന്റെ കാര്യത്തിന് വേണ്ടി എത്ര തവണ ഞാൻ വിളിച്ച് സഖാവിനെ മെമ്പറാക്കാൻ വേണ്ടി ഞാനൊക്കെ എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്നാ പറ്റാ പറ്റിയേ? എനിക്കൊരു ചെറിയ കാര്യം വന്നപ്പോ വിളിച്ചാ ഫോൺ എടുക്കൂല. നീ എപ്പോ വിളിച്ചെന്നാ പറയണേ? നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടാവും. സഖാവ് എത്ര വട്ടം ഞാൻ വിളിച്ച്. അങ്ങനെ പറയരുത്. വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കും. എടുത്തില്ലാന്ന്. ഒരു മിനിറ്റ്, ആരെ വിളിക്കണ്ടല്ലോ. ആ ഇത് കണ്ട, എടുക്കണ്ടാത്ത നമ്പറൊക്കെ ഞാനിങ്ങനെ കോപ്പൻ എഴുതി വെക്കും. കണ്ട, അത് എന്റെ നമ്പറാണ്. ഞാനിപ്പോ സഖാവിനെ വിളിക്കണത്. ഏത് നമ്പർ? ആ നമ്പർ എന്റെയാണ്. ഇല്ല ഇത് എന്റെ നമ്പർ ആവൂല്ലോ. നിന്റെ നമ്പർ ഞാനിങ്ങനെ എഴുതി വെക്കൂല്ലോ. എന്നാ സഖാവ് ആ നമ്പറിൽ നിങ്ങോട്ട് വിളിച്ചു നോക്കിയേ. തിരിച്ചു വിളിക്കാം. ആ വിളി. കട്ട് നോക്കിയേ. ദേ അടിക്കണണ്ട. പരനാറിയോ? നീ വീട് വെച്ചത് തന്നെ. സഖാവേ പോലെ. ആശു വന്നപ്പോ ഇവന്റെ സ്റ്റൈലൊക്കെ മാറിയല്ല. വേണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കടുത്തിട്ടുണ്ട്. ആ ഷാജി, നമ്മളിങ്ങനെ വെറുതെ നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവിടെ പോകണം. രാഷ്ട്രീയം കളിച്ചിരുന്ന് ഇത്രയും വരുത്തി വെച്ചപ്പോ സമാധാനമായല്ലോ. എന്തെങ്കിലും പറ്റിയല്ലേ? ഞങ്ങൾ കുടുംബക്കാർക്കാ നഷ്ടം, അല്ലാതെ പുറത്ത് നിൽക്കുന്ന ഈ സഖാക്കന്മാർക്കല്ല. ഇനി പോലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി ആരെ പറ്റിച്ച കാശാടാ? തിരിച്ചു കൊടുറേ. നീ ആരുടെ ഒരു കാര്യം നോക്കണ്ട. എന്തോ അടങ്ങി കിടന്നാ മതി. എന്തിടോന്ന് എനിക്കറിയാം. വാടോ ചോദിച്ചോ. വേണ്ട, വാടവിടെ. ആ തെണ്ടി ആരെയോ പണിഞ്ഞുണ്ടാക്കിയ കാശാ. നിങ്ങളൊന്നും മിണ്ടായി മനുഷ്യ. അതുപോലെ തന്നെ ചെയ്യാം. പോകണം. നോക്കി എന്റെ ചേട്ടനെ പടന്നൊന്നും അറിയത്തല്ലോ. എന്നാണ്ടാ നീ ഇവിടെ നിൽക്ക്. ഞാൻ ആ ബാധുരിനെ അറ്റൻഡ് ചെയ്തിട്ട് വരാം. ശരിയല്ലേ? ഇത് കുളമാക്കുവോ? ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ചീക്കെ, സത്യം പറ, എന്റെ ചേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ അടുത്ത് ഒന്നും പറയില്ലല്ലോ. എന്നെ ഇഷ്ടമല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നടക്കാം. ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ 1 മാസത്തെ റെസ്റ്റ് വേണം. ഞാനേ ഒരു 25,000 രൂപ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചെലവിന്. അല്ല ഞങ്ങളുടെ പാർട്ടിക്കാർ. വേണ്ട 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 വേണ്ട. ദാ, ഇതൊരു 25,000 രൂപ ഉണ്ടാവും. ഇത് വെച്ചോ. ഒന്നിനൊരു കുറവരുതരുത്. അതും പിന്നെ ഇത് ചെലവാക്കുമ്പോ സ്വന്തം കാശാന്നുള്ള വിചാരത്തിൽ ചെലവായിക്കോണം. ഓക്കെ? ഒന്നും വേണ്ട ഷാജി. ഹലോ ഷാജിയല്ലേ? ഹലോ, ഞാൻ കൊടുക്കും. എനിക്കെന്താ കാശിട്ട് കഴിക്കോ? ഹലോ ഷാജിയല്ലേ? അതെ, ഷാജിയാണ്. ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ചെയ്യാലോ. ഒരാളെ പണിയാനാ. എത്ര ഷാജിന്റെ റേറ്റ്? 5 ലക്ഷം. 5 ലക്ഷം? പക്ഷേ കാശ് അഡ്വാൻസ് ആയിട്ട് തരാലോ. എവിടെ എത്തിക്കണം? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ എവിടെ? ഫോർട്ട് കൊച്ചിയിൽ ഞാൻ കറക്റ്റായിട്ട് പറയാം നാളെ വിളിക്കുമ്പോ. ഓക്കെ. ആരാടാ? വയനാട്ടിൽ നിന്ന് വെല്ലുമിച്ചാണ്. വെല്ലുമിച്ചിക്ക് തീരെ സുഖമില്ലെന്നേ. ഞാൻ 2 ദിവസം ഉണ്ടാവൂലട്ടാ. വെല്ലുമിച്ചിക്ക് കുറച്ച് പച്ചമരുന്ന് ഇവിടെ കൊണ്ട് കൊടുക്കണം. വയനാട് കിട്ടാത്ത പച്ചമരുന്ന് കൊച്ചിയില്ല. അത് കുറച്ച് റയർ മരുന്നുകളാണ്. ഈ പ്രളയം വന്നപ്പോ വയനാട്ടിൽ നിന്ന് എല്ലാം കൂടി കുത്തിവെച്ച് കൊച്ചിയിലേക്ക് വന്നില്ലേ. ഇനി ഇവിടെ നിന്ന് പറിച്ചിട്ട് കൊടുക്കണം. നിനക്ക് കുറച്ച് കാശ് കയറി കഴിഞ്ഞപ്പോ നീ എല്ലാം മറന്നുപോയാ? പ്രളയം വന്നൊക്കെ മറന്നുപോയാ? കുറച്ച് ദിവസം കഴിയുമ്പോ നീ ഞാനാരങ്ങ് കഴിക്കുമല്ലോ. കാശിനോട് ഇത്ര ആർത്തി